ഓം ശാന്തി. ഞാൻ ശാന്തമായിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ പേശികളെയും ഞാൻ ശാന്തമാക്കുന്നു. എന്നിലുള്ള എല്ലാവിധ പിരിമുറുക്കങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഞാൻ മറക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിനെയും ശാന്തമാക്കുന്നു. മൂന്ന് തവണ മുഴുവനായും ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഞാൻ എൻ്റെ ചുണ്ടുകളിൽ നേരിയ ഒരു പുഞ്ചിരി നിലനിർത്തുന്നു. ഞാൻ എൻ്റെ നെറ്റിയിലെ ചുളിവുകളെ അയച്ചു വയ്ക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ സൂക്ഷ്മമായി ഈ ഒരു ചിന്ത ഉണ്ടായേക്കാം: ചുറ്റുപാടും എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഇനി നാളെ എന്ത് സംഭവിക്കും? ഇനി ഭാവിയിൽ എന്തായിരിക്കും? ഞാൻ എങ്ങനെ തുടർന്ന് ജീവിക്കും? എങ്കിലും എൻ്റെ മനസ്സിലെ ഈ ചിന്തകളെയെല്ലാം കുറച്ച് നേരത്തേക്ക് ഞാൻ മാറ്റിവെക്കുന്നു. പകരം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന ചിന്തയിൽ മുഴുകുന്നു. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞാൻ എൻ്റെ ഭാവനയിൽ എന്നെ ഒരു പ്രകാശ സ്വരൂപമായി കാണുന്നു. ഒരു നക്ഷത്ര സദൃശ്യമായ രൂപം, പ്രകാശ സ്വരൂപമായ ഞാൻ മസ്തിഷ്കമധ്യേ ഇരിക്കുന്നത് കാണുന്നു. ഭൗതിക ശരീരത്തിൻ്റെ വലയത്തിനുപരി യാത്ര ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തുന്നു. ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ശരീരമാണ്. ഞാനൊരു പ്രകാശ ബിന്ദുവാണ്, ഒരു പ്രകാശ സ്വരൂപമാണ്. ഈ സ്മൃതി എന്നെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു: ഞാനൊരു മാസ്റ്ററാകുന്നു. എൻ്റെ ചിന്തകളെ സൃഷ്ടിക്കുന്നതിൻ്റെ മാസ്റ്റർ. ഞാൻ അതിനെ മനസ്സെന്ന് വിളിക്കുന്നു. അതിനാൽ ശരിയായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് എന്നിൽ
സ്വായത്തമായിരിക്കുന്നു. ഞാനതിനെ ബുദ്ധി എന്ന് വിളിക്കുന്നു. ഞാൻ പ്രകടിപ്പിക്കുന്നതെല്ലാം എന്നിൽ തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാനതിനെ സംസ്കാരം എന്ന് വിളിക്കുന്നു. പ്രകാശരൂപം എന്ന ബോധത്തിലിരിക്കുമ്പോൾ ഞാനിന്ന് മനസ്സിലാക്കുന്നു, ഈ 3 കഴിവുകളും എൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എൻ്റെ മനസ്സ് യജമാനനായ എന്നെ അനുസരിക്കുന്നു. യജമാനനായ ഞാൻ നല്ല ചിന്തകൾ സൃഷ്ടിക്കുന്ന എൻ്റെ മനസ്സിനെ കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു ശാന്ത സ്വരൂപ ആത്മാവാണ്. സുഖസ്വരൂപ ആത്മാവാണ്. സ്നേഹസ്വരൂപ ആത്മാവാണ്. ഈ ഗുണങ്ങളെല്ലാം എന്നിൽ നിക്ഷിപ്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ 3 ഗുണങ്ങളെയും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ 3 ഗുണങ്ങളും ബാഹ്യലോകത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന സൂക്ഷ്മമായ യാഥാർത്ഥ്യം എൻ്റെ ഈ ജീവിതയാത്രയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നതും ആവശ്യപ്പെട്ടിരുന്നതുമായ ഗുണങ്ങൾ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ തന്നെ ഉള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൃഢത, സ്വാസ്ഥ്യം, പ്രശാന്തത, ശീതളത ഇവയെല്ലാം എൻ്റെ ആന്തരിക അവസ്ഥകളാണ്. ഞാനൊരു ശക്തിശാലി ആത്മാവാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരാത്മാക്കൾ എല്ലാവരും ഇതെല്ലാം തന്നെയാണ് അന്വേഷിക്കുന്നത്. ഈ ലോകവും തേടുന്നത് ഇതിനെയാണ്. പ്രകൃതിയിലെ 5 തത്വങ്ങളും ഇവയെല്ലാമാണ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഈ ഭൗതിക ശരീരത്തിനും ഈ ഭൗതിക ലോകത്തിനും ഉപരിയായി ഞാൻ സഞ്ചരിക്കുന്നു. കുറച്ചു ദൂരം അകലെ നിന്ന് ഞാൻ ഈ ഭൂമിയെ വീക്ഷിക്കുന്നു. ഇതാകുന്നു എൻ്റെ വീട്.
ഞാൻ ഈ ഭൂമിയിൽ ഏറെ തവണ താമസിച്ചിരുന്നു. ഈ ഭൂമി എനിക്ക് എന്തെല്ലാം സമ്മാനിച്ചു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. സമൃദ്ധമായ ഈ ഭൂമാതാവ് പ്രദാനം ചെയ്ത മനോഹരമായ പ്രകൃതി വിഭവങ്ങൾ ഞാൻ എപ്രകാരം ഉപയോഗിച്ചു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ലോകം ആഗ്രഹിക്കുന്നത് ശാന്തിയും സ്വച്ഛതയും ശക്തിയുമാണ്. ഇപ്പോൾ ഞാനും ഈ ഭൂമാതാവിന് നൽകേണ്ടത് ഇത് തന്നെയാണ്. ഈ പവിത്രമായ ചിന്ത ഞാൻ സൃഷ്ടിക്കുന്നു. ഭൂമിയിലെ ഓരോ ആത്മാവിലും ശാന്തിയുടെയും ശക്തിയുടെയും സ്വച്ഛതയുടെയും കിരണങ്ങൾ പതിയട്ടെ. ഈ പവിത്രമായ ചിന്ത ഞാൻ സൃഷ്ടിക്കുന്നു. ഭൂമിയിലെ ഓരോ ആത്മാവിലും ശാന്തിയുടെയും ശക്തിയുടെയും സ്വച്ഛതയുടെയും കിരണങ്ങൾ പതിയട്ടെ. ഭൂഗ്രഹം പങ്കുവയ്ക്കുന്ന എൻ്റെ ഓരോ സഹോദരാത്മാവും ശാന്തിയുടെ ആവരണത്തിൽ കഴിയട്ടെ. എല്ലാവരും യഥാർത്ഥത്തിൽ പാവനമാണ്. ശക്തിയുടെ കിരണങ്ങൾ അവരെ വലയം ചെയ്യുന്നു. ഞാൻ അവരിലേക്ക് അയക്കുന്ന ശുഭചിന്തകൾ അവരിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. എല്ലാവിധ സമൃദ്ധികളും കൊണ്ട് എന്നെ അനുഗ്രഹിച്ച പ്രകൃതിയിലേക്ക് ഞാൻ ശാന്തിയുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ബോധതലത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഈ നിസ്വാർത്ഥമായ സേവനം ഞാൻ തുടരുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും കിരണങ്ങൾ ഞാൻ എൻ്റെ ഈ ശരീരത്തിലേക്ക് മുഴുവനും വ്യാപിപ്പിക്കുന്നു. പ്രകൃതിയിലേക്കും നാനാഭാഗത്തുമുള്ള ആത്മാക്കളിലേക്കും ഞാൻ ഈ കിരണങ്ങളെ പരത്തുന്നു. ഏതാനും നിമിഷങ്ങൾ കൂടി ഞാൻ നിശബ്ദതയിൽ മുഴുകുന്നു. ഓം ശാന്തി.